ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് 99% ആൾക്കാരും മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. മുൻകാലങ്ങളിലുള്ളതുപോലെ ലാൻഡ് ഫോൺ ആരും നാം ഉപയോഗിക്കാറില്ല. ഇതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും സ്വന്തം വീട്ടിലുള്ള മക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെ ആരുടെയും നമ്പർ അറിയില്ല. വളരെ കഷ്ടിച്ചൊരു ചിലവർ മാത്രം ആ നമ്പർ ഓർമ്മ വയ്ക്കും. ഇൻ കേസ് നിങ്ങൾ പുറത്തു പോവുകയോ ഏതെങ്കിലും യാത്രയിലോ നിങ്ങൾ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടേക്കാം. ഈ ഫോൺ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പുറം ലോകമായിട്ടോ വീടുകാരുമായിട്ടോ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ മറ്റാരോടെങ്കിലും ഒരു പബ്ലിക് ബൂത്തിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഫോൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെയോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അടുത്തറിയുന്നവരുടെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആരും ഇപ്പോൾ അങ്ങനെ വളരെയായിട്ട് സൂക്ഷിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ കോൺടാക്ട്സ് എന്ന എല്ലാ ഫോണും ഞാൻ സൂക്ഷിക്കും. എനിക്കൊരു പ്രത്യേക ഡയറി ഉണ്ട്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കുഞ്ഞ് ഡയറി എടുക്കുക, അത് പോക്കറ്റിലോ നിങ്ങളുടെ ബാഗിലോ സൂക്ഷിക്കുക. ഒരിക്കലും അത് മിസ് ചെയ്യരുത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ ആ ചെറിയ ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. വീട്ടുകാരുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, ആരുടെയൊക്കെയാണ്, ഈവൻ അടുത്ത പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ എല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പാനിക്കാകും. നമ്പരും അറിയില്ല, ഒന്നും അറിയില്ല, നിങ്ങൾ വീടിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും. അതുകൊണ്ട് ഇത് വളരെ ഉപകാരമായിരിക്കും. ഒരു കുഞ്ഞ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറി വാങ്ങാൻ പറ്റിയ ഒരു ഷീറ്റ് പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിലിങ്ങനെ നിങ്ങൾ തന്നെ വായിക്കുന്ന രീതിയിൽ എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ചെറിയ കാര്യമാണ്, പക്ഷേ ഈ ചെറിയ കാര്യം നിങ്ങൾ അലസത കാണിച്ചാൽ നിങ്ങൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ചില സമയത്ത് എവിടെയെങ്കിലും പട്ടുപോകും. അതുകൊണ്ട് ചെറിയൊരു കാര്യമാണ്. ഇതിനെ വളരെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ അറിയുന്ന എല്ലാ നമ്പറുകളും എല്ലാത്തിൻ്റെയും ഒരു കുറിപ്പുള്ള ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ കുറിച്ച് വയ്ക്കുക. പോകുമ്പോൾ ആ ഡയറിയും ഒപ്പം കൊണ്ടുപോകുക. സോ യു ആർ സേഫ്. ഇത് മറക്കാൻ ശ്രമിക്കുക. മറ്റുള്ള സുഹൃത്തുക്കളോടും പറയുക, ഇങ്ങനൊരു കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറിലോ ഒന്നുമില്ല, പാനിക്കാകും, വീട്ടുകാർ വിഷമിക്കും, ഫോൺ വന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതുണ്ടാകുന്ന പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പിന്നെ അവർ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് നടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.